നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തേത് ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഈ സൺഡേക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് റെഡിയാവുകയാണേ. പഠിപ്പിക്കുന്നത് നൃത്തകലയായതുകൊണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഒരു മുൻഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുമ്പോഴും അവതരിപ്പിക്കുമ്പോഴും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി വേണം അത് നിർവഹിക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും സൗഭാഗ്യമൊക്കെ നന്നായിട്ട് ഒരുങ്ങി തന്നെയാണ് ക്ലാസ് എടുക്കാനായിട്ട് ഇരിക്കുന്നത്. തെറ്റിദ്ധരിക്കണ്ട, ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് വരണം എന്നല്ല ഉദ്ദേശിച്ചത്, പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികളോടും ഞാൻ പറയാറുണ്ട്, നന്നായിട്ട് ഒരുങ്ങി വരൂ, വളയും കമ്മലും മാലയും ഒക്കെ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി വരണം. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും, ഒരു കോൺഫിഡൻസ് വരും. അത് കാണുമ്പോൾ മറ്റുള്ളവരിലും ആ പോസിറ്റിവിറ്റി പകർന്നു നൽകാൻ സാധിക്കും. അപ്പോൾ ഈ ആർട്ട് ഫോമിലൂടെ നമ്മൾക്ക് സ്വയം ഒരു സന്തോഷവും മറ്റുള്ളവർക്കൊരു സന്തോഷവും കൂടി പ്രകാശിപ്പിക്കുവാൻ കഴിയും എന്നാണ് ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എൻ്റെ വളകളാണ്. എപ്പോഴും ഞാൻ എൻ്റെ ഡ്രസ്സിന് അങ്ങേറ്റം കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും മെനക്കെട്ടതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. എൻ്റെ ഈ വളകൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പ്രേക്ഷകരവിടെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും എനിക്ക് കമൻസ് അയക്കുമ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. അതുപോലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഡാൻസ് റീൽസ് ഇടുമ്പോൾ ഒത്തിരി പേരെൻ്റെ കോസ്റ്റ്യൂമും വളയും ഒക്കെ എടുത്തു പറയാറുണ്ട്. അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നേ. ഇനി ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് പേര് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് കാർത്തിക. ഞാനും കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് അവക്കേഡോ പബ്ലിക്കേഷൻസ് എന്നൊരു പബ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ ടീച്ചറിനെ കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് ആക്ച്വലി ഞങ്ങൾ ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഫസ്റ്റ് ബുക്ക് ടീച്ചറിന് കൊടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ആ ഒരു ജേണിയിൽ അറിഞ്ഞും അറിയാണ്ടും ടീച്ചർ പല സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇന്നലെ ടീച്ചറിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ടീമിലുള്ള ഒരു 3 പേര് ചേർന്നിട്ട് മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബുക്കൊന്ന് കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ ടീച്ചറിന് കൊടുത്ത ആ ബുക്ക് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ദേവിയെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ കുറച്ച് പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂ മേടിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പൂ മണപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ചേർന്നിട്ട് വഴക്ക് പറഞ്ഞു, മണപ്പിച്ച പൂവാണോ ഇനി ദേവിക്ക് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു അത് മണപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് വിഷമമായി. അപ്പോൾ ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റുമ്പോൾ ആശ്വസിപ്പിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ശരിക്കും ആശ്വസിപ്പിക്കാനൊന്നും തോന്നിയില്ല. അതെന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അന്ന് ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിൽ കയറിയപ്പോൾ ഈ ബുക്കിൻ്റെ പുറത്ത് അവൾ മണപ്പിച്ചിട്ട് അവർ വഴക്ക് പറഞ്ഞ് തന്ന പൂവാണ് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ആ ദിവസം ആ ഒരാഴ്ച തന്നെ ഡാൻസിന് വന്നപ്പോൾ ഞങ്ങളുടെ ഡാൻസിലൊരു ചെറിയ പോർഷൻ ഉണ്ട്. അത് അഭിനയിച്ച് കാണിക്കേണ്ടത് ഒരു കഥയാണ്. ആ കഥ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി ഭൂമിയിൽ ഒരു പൂജാരിയുടെ മകളായിട്ട് ജനിക്കും. അപ്പോൾ ആ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ആ കുട്ടി എന്നും പൂവ് ഹാരമായിട്ട് കെട്ടിയിട്ട് ഭഗവാന് സമർപ്പിക്കുക.
അത് പൂജാരിക്ക് കൊടുക്കുന്നതാണ് കുട്ടിയുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ആ കഥ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥയാണ്. ആക്ച്വലി ടീച്ചർ കഥ പറയുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ആ കുട്ടി നല്ല ആനയുടെ തുമ്പിക്കൈ പോലത്തെ ഹാരമാണ് കെട്ടുന്നത്. ഈ വാക്കുകൾ വരെ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാരം എന്നും കുട്ടി ഹാരം കെട്ടിയിട്ട് അത് ഇട്ടു നോക്കും, എന്നിട്ടാണ് ഭഗവാന് കൊടുക്കുന്നത്. ഇത് അച്ഛനറിയില്ല, പൂജാരിക്ക് അറിയില്ല. അപ്പോൾ കുട്ടി വലുതായിട്ട് ഈ പൂജാരി ഒരു ദിവസം വന്ന് ലേറ്റ് ആയപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കുട്ടി ഈ ഹാരം ഇട്ട് നോക്കിയിട്ട് എടുത്ത് അച്ഛൻ്റെ കൊടുക്കുന്ന കണ്ടു. അപ്പോൾ പൂജാരി ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി, ഭഗവാനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഹാരം മാറ്റി പുതിയ ഹാരം പൂജാരി കെട്ടിയിട്ട് ഭഗവാന് ഇട്ടു കൊടുത്തു. പക്ഷെ ആ ഹാരം താഴെ വീണു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഭഗവാൻ അത്രയും പ്യുവറായിട്ട് ഒരാൾ കെട്ടി അത്രയും സ്നേഹത്തോടെ കെട്ടി ഇട്ട് നോക്കി ഭഗവാന് ഭംഗി ഉണ്ടാവുമോ എന്ന് ഇട്ട് നോക്കി കൊടുക്കുന്ന ഹാരമാണ്. അത് തന്നെ വേണം എന്ന് പറയും. ഭഗവാന് ആ ഹാരം കൊടുത്ത് ഇടുമ്പോൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ആ പോർഷൻ. അപ്പോൾ ഈ കഥ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് പൂജിക്കാനായിട്ട് അങ്ങനെയുള്ള രസീത് അങ്ങനെയൊന്നും ഇട്ടില്ല. ഞങ്ങൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കി അടുത്തെത്താറായപ്പോഴേക്കും അകത്ത് നിന്നിരുന്ന ഒരു പൂജാരി ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ബുക്കും ഈ പൂവും വാങ്ങിച്ചുകൊണ്ട് പോയി. ഒന്നും ചോദിച്ചിട്ടില്ല. ബുക്ക് വാങ്ങിക്കൊണ്ട് പോയി അകത്ത് വെച്ചിട്ട് അകത്ത് കയറി ചെന്ന് ഞങ്ങൾക്ക് കാണാം, നടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഇത് നടക്കുന്നത്. അകത്ത് പോയി ഈ പൂവ് എടുത്തിട്ട് ദേവിക്ക് ചാർത്തി, ദേവിയുടെ ആ ഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഈ പൂവ് വെച്ചിട്ട് ദേവി ഇട്ടിരുന്ന ഒരു പൂവാണ് എടുത്ത് ബുക്കിൻ്റെ പുറത്ത് വെച്ച് കുങ്കുമവും എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുവന്നു. പൂജാരി എന്തിനൊന്നോ ഏതിനൊന്നോ ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ അന്ന് അത്രയും അവൾ വിഷമിച്ചിട്ട് അറിയാണ്ട് ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്ന പൂവാണ്. അപ്പോൾ ഇത് കോയിൻസിഡൻസ് ആണ് എന്ന് പലർക്കും കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് എന്ന് പറയുന്നത് എനിക്കെപ്പോഴും അത് ദൈവമായിട്ട് തന്ന, അല്ലെങ്കിൽ ആ ദേവി അവൾക്ക് കൊടുത്ത റിപ്ലൈ ആണ്. അങ്ങനെ മനസ്സിലൊന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത റിപ്ലൈ ആയിട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യുക. ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ പുതിയൊരു അഡ്മിഷൻ വന്നായിരുന്നു. ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്ന പത്മിനി മാമിൻ്റെ മകൾ നാരായണി ലോയ്ക്ക് പഠിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസിലൂടെയാണ് ഇവർ വന്നത്. ഫ്രണ്ട് ആരാണെന്നല്ലേ, പണ്ട് ഞാനൊരു കുട്ടിച്ചാത്ത എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. അതിൽ എൻ്റെ സഹോദരനായിട്ട് അഭിനയിച്ച ശ്രീകാന്ത, അതിലെ ക്യാരക്ടർ പേര് ഭൈരവ് എന്നായിരുന്നു. ഞങ്ങൾ പണ്ട് കോളേജിൽ ഒരുമിച്ച് ഒരേ സമയത്ത് പഠിച്ചവരാണ്. അതുമാത്രമല്ല ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ആ സീരിയലിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ആ സൗഹൃദം സ്നേഹമൊക്കെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തുനിന്ന് എൻ്റെ നമ്പർ തപ്പിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓൺലൈനിൽ പോയി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെയും പറഞ്ഞ് ഭരതനാട്യം ഇപ്പം എന്നും എൻ്റെ അടുത്ത് പറയാം, അവിടെ എവിടെ ചെലങ്ക ശബ്ദം കേൾക്കുന്നത്. അമ്മ തൊട്ടപ്പുറത്ത് എവിടെയോ ചെലങ്കയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെലങ്കയുണ്ട്, താരം കല്യാണം വേണമായിരിക്കും. എങ്ങനെയാണ് അതാ ഞാൻ പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ നാരായണിയെ ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഒരു അംഗമായിട്ട് സ്വീകരിച്ചു. അംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയായിട്ട് ഞാൻ സ്വീകരിച്ചു. Welcome to my dance class. Hold the page. My goodness, I love it. Thank you. Love you. Thank you. ഇവരൊക്കെ എൻ്റെ മക്കളാണ്. അങ്ങനെ നാരായണി തുടക്കം കുറിച്ച് കഴിഞ്ഞു. ക്ലാസ് നെക്സ്റ്റ് വീക്ക് തൊട്ട് തുടങ്ങാം എന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു.
വന്നല്ലോ വനമാല, വനമാല പൂമാല. താങ്ക് യു. വന്നല്ലോ പൂമാല, വന്നല്ലോ പൂമാല, തന്നല്ലോ പൂമാല. മണമേ ഇങ്ങനെ അല്ലേ, കൊതി വരുന്നില്ലേ? അതെ കൃഷ്ണ, എന്റെ ഭഗവാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്ത് ചെയ്താലും ഇഷ്ടമാണ്. ലവ് യു. ഇതാരാന്ന് കണ്ടോ? ഉണ്ണിമായ ചാക്കരക്കുടം, തങ്കക്കുടം, തങ്കക്കുടം. പണ്ട് ചെറിയ ഉണ്ണിമായായിരുന്നു, ഇപ്പൊ ഡോക്ടർ ഉണ്ണിമായാണ്. ഹലോ രമേശൻ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു, ഇപ്പൊ ഡോക്ടറാണോ? മധുരയിലെ ഡോക്ടറാണ് ഇപ്പൊ. ഡാൻസ് എന്താ എനിക്ക് പഠിപ്പിക്കാൻ കണ്ടോ, മറക്കാതെ എനിക്ക് പൂട്ടുന്ന കണ്ടോ. താങ്ക് യു. അതേ കൃഷ്ണ, ആ കൂടെ വേറെന്തൊക്കെയുണ്ടല്ലോ. ആ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടോ? നീ വേഗം സ്വീറ്റോ കുറച്ച് പഠിപ്പിക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ കണ്ടത് കൊച്ചിയിൽ വെച്ച് ഞാൻ പഠിപ്പിച്ചിരുന്ന ഉണ്ണിമായ എന്ന സ്റ്റുഡൻ്റാണ്. 6ാം ക്ലാസ് ഉള്ളപ്പോൾ എന്നോട് വന്ന് ജോയിൻ ചെയ്ത കുട്ടിയാണ്. ഒരു 10th സ്റ്റാൻഡേർഡ് വരെയും എൻ്റെ അടുത്ത് പഠിച്ചായിരുന്നു. പഠിക്കുന്ന കാലത്ത് വളരെ മിടുക്കിയായിട്ട് നൃത്തം ചെയ്തിരുന്ന കുട്ടി. ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസറായിട്ട് ഈ കുട്ടി വരും എന്ന് പ്രതീക്ഷിച്ച, ആഗ്രഹിച്ച ഒരു സ്റ്റുഡൻറ്റ്. പക്ഷേ മോശമായില്ല, ഇന്ന് MBBS ഒക്കെ പൂർത്തിയാക്കി MD ഒക്കെ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നു. ഉണ്ണിമായ എന്നെ കാണാൻ വരുന്നു എന്ന് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒരു തില്ലാനയുടെ ഒരു ചെറിയ പീസ് സെറ്റ് ചെയ്ത് വെച്ചു. പെട്ടെന്ന് അവളെ പഠിപ്പിച്ച് ഒരു റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് റെക്കോർഡ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്.
ഞാൻ ഉണ്ണിമായ. ഞാനിപ്പോൾ മധുരയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഡോക്ടറാണ്. ആക്ച്വലി ഞാൻ മാമിൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ഡാൻസ് പഠിക്കാൻ വരുന്നത് 6th സ്റ്റാൻഡേർഡിലാണ്. ഞാൻ കൊച്ചിയിലായിരുന്നു ആ ടൈമിൽ. മാം ചമ്പക്കര ഡാൻസ് ക്ലാസ് നടത്തുമായിരുന്നു. അപ്പം ഞാൻ മാമിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് ചമ്പക്കര ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. മാമും സൗഭാഗ്യ ചേച്ചിയും എന്നെ പഠിപ്പിക്കാറുണ്ടായി. ഐ യൂസ് ടു എൻജോയ് ദോസ് ക്ലാസ്സസ് ലോട്ട് ബിക്കോസ് എനിക്ക് ആക്ച്വലി കൂടുതൽ ഇഷ്ടം പ്രോഗ്രാം ടൈം വരുമ്പോഴൊക്കെ ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ പ്രാക്ടീസ് ടൈം അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ 10th വരെയും മാമിൻ്റെ കൂടെ തന്നെ മാമിൻ്റെ ക്ലാസ്സിൽ പോയി ഡാൻസ് പഠിക്കുമായിരുന്നു. മാമും ചേച്ചിയും ഡാൻസ് ക്ലാസ് എനിക്ക് എടുക്കുമായിരുന്നു. 10th കഴിഞ്ഞ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് +1 +2 ഞാൻ കോട്ടയത്തോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ MBBS പഠിക്കാൻ വേണ്ടി കർണാടകയിൽ പോയി. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഡാൻസ് പഠിക്കണം കണ്ടിന്യൂ ചെയ്യണം എല്ലാം ഉണ്ട്, പക്ഷേ പറ്റിയില്ല, വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് ഇയറാണ് എൻ്റെ കോഴ്സ് തീർന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പം മധുരയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ നാടാണ് ട്രിവാൻഡ്രം. സോ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മാമിനെ കാണണം, ചേച്ചീനെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതാ എനിക്ക് ഇന്ന് വന്ന് മാമിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് മാമിനെ ഡാൻസ് കളിപ്പിച്ചപ്പോൾ എനിക്ക് ആ പഴയ ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. മാമിൻ്റെ കൂടെ പിന്നെയും ഡാൻസ് കളിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമായി. രാധേ കൃഷ്ണ. ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ മോളുടെ ഡാൻസ് ഗുരു ഡോക്ടർ താരക്കല്ലിൻ്റെ വീട്ടിൻ്റെ ഡാൻസ് ക്ലാസ്സിലാണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ മോൾക്ക് മാമിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടായി. അതുകൊണ്ട് ഞാൻ മോളെയും കൊണ്ട് കാണണമെന്ന്. പക്ഷേ മോളിപ്പോൾ മാമിൻ്റെ കൂടെ നിന്ന് കളിക്കുകയും ചെയ്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ. താങ്ക് യു സോ മച്ച് മാം. എൻ്റെ പേര് മഹേന്ദ്രകുമാർ. ഉണ്ണിമായയുടെ അച്ഛനാണ് ഞാൻ. ഉണ്ണിമായ മാമിൽ നിന്നാണ് ഡാൻസ് തുടങ്ങിയത്, ക്ലാസ് തുടങ്ങിയത് ഫ്രം 6th ഓൺവേഴ്സ്. ഞങ്ങൾ എറണാകുളത്ത് വെച്ചാണ് മാമിനെ കാണുന്നതും ക്ലാസ് ആരംഭിക്കുന്നുണ്ടെന്ന് അറിയുകയും ചെയ്തു. അതിനുശേഷം മോളെ ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് +1 വരെ അവളവിടെ പഠിച്ചു മാമിൻ്റെ ഗൈഡൻസിൽ. അങ്ങനെ ഉണ്ണിമായയുടെ വരവ് പ്രമാണിച്ച് ഒരു കുഞ്ഞു പീസ് തില്ലാന ഞാൻ ചിട്ട ചെയ്തെടുത്തു. ഇന്ന് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച് കംപ്ലീറ്റ് ആക്കി ഷൂട്ടും ചെയ്തു. ഇതിനി റീൽസായിട്ട് പോസ്റ്റും ചെയ്യണം. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇത്. ഒരുപാട് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്, ചിലർ കുറേ കാലം നമ്മളടുത്ത് പഠിക്കാറുമുണ്ട്. എന്നാൽ ഇവരൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ കരിയറും അവരുടെ ജീവിത സാഹചര്യവും ഒക്കെ ആയിട്ട് അവർ പലയിടത്തേക്ക് പോകുന്നു. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നു. ആ സന്തോഷവും സ്നേഹവും അതുപോലെ കാത്തു സൂക്ഷിച്ച് എന്നോട് കാണിക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയാറുണ്ട്. ഒരുപാട് സന്തോഷം ഇന്ന് എനിക്ക് എൻ്റെ പഴയ സ്റ്റുഡൻറ്റിനെ കണ്ടതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൺഡേ സ്പെഷ്യൽ വ്ളോഗ് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ക്ലാസ് പൂർത്തിയാക്കി ഏവരും യാത്ര പറഞ്ഞ് പോയി.
പതിവ് തെറ്റിക്കാതെ പൂച്ചുറാണി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വിളക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ പൂച്ചുറാണിക്കും ബുബുനുമൊക്കെ ഫുഡും കൊടുത്തു. ഇന്നത്തെ ദിവസം പൂർത്തിയാക്കാൻ 1-2 കാര്യങ്ങൾ കൂടി ഇനിയും ബാക്കിയുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കണം, ബൂബുവിന് ഇറച്ചി വേവിച്ച് കൊടുക്കണം, പല്ല് തേക്കണം, മേല് കഴുകണം, അതിനുശേഷം വേണം കിടക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ സൺഡേ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.